നമസ്കാരം, നിലാവാണ്. 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. തൃശ്ശൂർ സ്വദേശി തളിക്കുളത്തുള്ള സുനിത വധിക്കപ്പെട്ട കേസ്. ഒരു സ്ത്രീ അതിക്രൂരമായിട്ട് ക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ടു. അതിന് പുറമെ ഇതൊരു സഹജീവി സ്നേഹിയായ സ്ത്രീയാണ്. ജീവികളുമായി പ്രവർത്തിപ്പെട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെ ഒരുപാട് പേര് കേരളത്തിലുണ്ട്. അവരാരും ഒന്നും മിണ്ടി കാണുന്നില്ല. അപ്പോൾ എന്തത് സംഭവം? ഒരാൾ സാധാരണ ഒരു പൂച്ചക്ക് വല്ലതും പറ്റി കഴിഞ്ഞാൽ നായക്കുട്ടിക്ക് വെള്ളം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ഒട്ടിച്ച് നടന്നതാണ് മണ്ണുത്തിയിൽ കുറേ ദിവസം സമരം നടന്നത്. ആ വക ഒരു അനക്കം ഇതിൽ കാണുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി ഇവരൊക്കെ ഐഡിയയിൽ ഞാൻ തപ്പി വെക്കി നോക്കുമ്പോൾ വളരെ വിശാലമായിട്ട് പൂച്ച വണ്ടര മേലെ കയറുന്നു, നായ വണ്ടര പെട്ടതൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് അഞ്ജലി എന്ന് പറഞ്ഞെങ്കിലും ഞാൻ എല്ലാവർക്കും അയക്കുന്ന വോയിസ് നോട്ടാ, എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയാ. ആണുങ്ങൾക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ, എന്ന് വെച്ചിട്ട് ഞാൻ കുണ്ടനൊന്നും അല്ല, ഞാൻ ആണുങ്ങളെ സഹായിക്കുമായിരുന്നേ. നിങ്ങൾക്ക് എല്ലാവർക്കും മക്കളെ സ്നേഹിക്കാനായിട്ട് ഫണ്ട് ആവശ്യമുണ്ടല്ലോ, അത് ആ മക്കളുടെ പൈസയാണെന്ന്. പക്ഷെ നിങ്ങൾക്കൊക്കെ ഈ പൈസ ആരുടെയെന്നറിയാവോ? മക്കളെ പപ്പ എൻ്റെ, എനിക്ക് മൈര എൻ്റെ ഇമേജ് ആണ്. എനിക്ക് തന്തയില്ല, തള്ളയില്ല, ബാസ്റ്റേഡാണ്, ഭാര്യയില്ല. കേസായിട്ട് FIR ഫയൽ ചെയ്ത മനുഷ്യനാണ് ഇടപ്പള്ളി സ്റ്റേഷനിലെ. എനിക്ക് ഇനി കാണണം എത്ര ന്യൂസ് ചാനൽ ഇടുന്ന് എടപ്പള്ളി സ്റ്റേഷന്റെ മുമ്പില് ഈ കണ്ട 35-36 ലേഡീസും അവരെ വീട്ടിലുള്ള മനുഷ്യക്കുട്ടികളും കഴിച്ചു കാണുമല്ലോ ഞാൻ ഇട്ട പൈസന്ന് ചോറും ഒക്കെ. ആ കുട്ടികളും പിന്നെ ആണുങ്ങളെ സഹായിച്ച ആ ഗ്രൂപ്പുകളും ഷെൽട്ടർ ഓൺ പ്രദീപ് അങ്ങനെയുള്ള എല്ലാരും ഏകദേശം ഒരു 100 പേരിൽ കൂടുതൽ നിങ്ങൾ എല്ലാരും കൂടി ഉണ്ട്. എന്റെ ഫുഡ് ഞാൻ തന്ന പൈസന്ന് കഴിച്ചവര്. എനിക്കറിയണം എപ്പം എടപ്പള്ളി സ്റ്റേഷന്റെ മുമ്പിൽ ഈ 100 പേരിൽ കൂടുതൽ അവിടെ ബ്ലോക്ക് ആക്കിയിട്ട് SI എടുത്ത് ചോദിക്കുന്ന മറുപടി ചെയ്യണമെന്ന്. ഇത് അഞ്ജലി എന്ന് പറഞ്ഞതേ ഉള്ളു. ഞാനത് വോയിസ് നോട്ട് അഞ്ജലിക്ക് തനിക്ക് അയക്കുമ്പോൾ അഞ്ജലി എന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളു. ഇത് സീമയാണെങ്കിലും ബിന്ദു ആണെങ്കിലും ലക്ഷ്മി ആണെങ്കിലും രമാദേവി ആണെങ്കിലും ഏതവനും ഇത് തന്നെ സെയിം വോയിസ് നോട്ട്. എന്ന് നിങ്ങൾ SI ബ്ലോക്ക് ചെയ്യുന്നുണ്ടെന്ന് സ്റ്റേഷന്റെ, എന്നിട്ട് മതി. എന്നിട്ട് ഞാൻ തീരുമാനിക്കാം എത്ര പേര് ജെന്യുവൻ ആണെന്നും എത്ര പേര് നല്ലതാണെന്നും എന്റെ കാശ് എത്ര പേർക്ക് കൊടുക്കണമെന്നും. മനസ്സിലായോ? എന്റെ കാശ് റോഡിൽ ഇരുന്ന് എന്താണ് ഉദ്ദേശിച്ചത്? ഞാൻ ഈ കേസ് സംസാരിക്കാനോ അവരുമായിട്ട് സോൾവ് ചെയ്യാനോ ഒന്നും അല്ല മയില്. അതിനാണോ 4 പിള്ളേരെ മുംബൈയിൽ നിന്ന് 5 ലക്ഷം ആയിട്ട് ഇറക്കിയത്? കാരണം എനിക്ക് നല്ല ഹാപ്പി. നിങ്ങൾ നല്ലോണം ചെയ്ത് ബെറ്റ് ബ്രൗണിന്റെ മൂടാക്കി കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ തെളിവില്ലാതെ അവിടെ ഒരു പണി നടത്താനുള്ള സംഭവം ഉണ്ടായിരുന്നു. അത് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ ഉണ്ടാച്ചി മോളെ, നീ ചെയ്ത കർമ്മം എന്താണെന്നറിയോ? എന്റെ എന്താ അറിയോ? നിന്നെ കൊല്ലണ്ടാണ് അറിയോ? സത്യം അറിയോ? നിന്നെ കൊല്ലണ്ടാണ്. മൈൽ റെക്കോർഡ് ചെയ്തോ? ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ എന്താ അറിയോ, നിന്നെ കൊല്ലേണ്ട കർമ്മയാണ് നീ ചെയ്തത്. ഇനിയെങ്കിലും മനസ്സിലായെന്ന് വെച്ചോ ഉണ്ടാച്ചി മോളെ. എന്നിട്ട് പൈസ വെറും 2000 രൂപയ്ക്ക് വരുത്തിക്കാമെങ്കിൽ എനിക്ക് 15 ലക്ഷം രൂപ. അപ്പം 10 ക്രിമിനൽസിനെ എനിക്ക് 15 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നീ ഇപ്പൊ ചെയ്തത് ചെയ്യാനായിരുന്നെങ്കിൽ ഞാൻ ആ തമ്മനം ഷാജിക്ക് കൊടുത്താൽ പോരായിരുന്നു 15 ലക്ഷം രൂപ. പിള്ളേർ ചെയ്തേനല്ലോ. 50 പോലീസിനെ നിങ്ങൾ ചെയ്യേണ്ട രീതിയിൽ നിങ്ങൾ അവിടെ പോയി സംസാരിക്കാൻ ആറ് പറഞ്ഞു കേസിന്റെ കാര്യം. നീ അന്ന് ജയിലിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് അഡ്വക്കേറ്റ് മൈലും 6 പോലീസിന് മാറ്റാൻ പറ്റുന്ന ക്രൗഡല്ല, 320 പേരുണ്ട്. അവര് മാർത്തുമില്ലാണ്, പൈസ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റും? 50 പോലീസ് വേണമെന്ന് പറയും. കാരണം എന്താ? ഇന്റലിജൻസ് അടുത്ത് വിളിച്ചു പറയും പ്രശ്നമാണ്, അവർ വയലന്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇടിച്ചു കയറാൻ പറഞ്ഞത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ കൊടുത്ത ഏഷ്യാനെറ്റ് മാത്രമല്ല എല്ലാം വന്നേനെ, ഫ്ലാഷ് ന്യൂസ് ആയേനെ. ഫ്ലാഷ് ന്യൂസ് 4 ദിവസം കൊണ്ട് 22 കോടി ഉണ്ടാക്കിയോണ്ടാണ് ഞാൻ നിങ്ങൾക്കെല്ലാം ദൈവമാവാൻ പറ്റിയത്. അല്ലെങ്കിൽ പട്ടാഞ്ചേരി പുള്ള ശമ്മനശാലിക്ക് പ്രതീക്ഷിക്കാൻ ഒരു 9 ലക്ഷം കൂടി കിട്ടും കേട്ടോ. പക്ഷെ പണി മാറും കേട്ടോ. ഒരു മനുഷ്യനാൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ല പോസ്റ്റേ കാണുന്നില്ല. ഏതൊരു കേസിലും ഒരു മോട്ടീവ് വളരെ പ്രധാനമാണ്. അത് കോടതിയിൽ സത്യസന്ധമായി തെളിയിക്കൽ ആവശ്യപ്പെട്ടത് ഒരു നിർബന്ധമാണ് കേസ് ശിക്ഷിക്കപ്പെടാൻ. ഈ കേസിൽ തുടക്കം മുതലേ വ്യാജമായ കഥകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ കേസിൽ ഉത്തരവാദിത്തപ്പെട്ട 2 ദൃക്സാക്ഷികൾ ഈ കൊലക്കുണ്ട്. അത് കൂടാണ്ട് ഇവരുടെ ഭർത്താവ് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവർ പോലും വ്യാജമായ കഥകളുടെ പിന്നാലെയാണ് പോകുന്നത്. എന്തുകൊണ്ട് ഇവർക്ക് ഇത് തിരുത്താൻ കഴിയുന്നില്ല? ഇത് തിരുത്താത്ത ഒരു വ്യാജ കഥ കോടതിയിൽ അവതരിപ്പിക്കപ്പെട്ടാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അത് പൊട്ടിപ്പോകും. അപ്പോൾ ഈ ദീപകൃഷ്ണൻ പ്രതി കൊലയാളി ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല. അതിന് കാരണം ഇവിടെയുള്ള ജീവി സ്നേഹികളും മൃഗസ്നേഹികളും എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് നടക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ് വന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാം, എന്തോ കംപ്ലീറ്റ് നിങ്ങൾ പൈസ വാങ്ങിച്ചോ അയാളെന്ന്. അയാൾ കോടികൾ ഇവിടെ ചിലവാക്കിയിട്ടുണ്ട്. ഇവർക്ക് നായക്കെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പലർക്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ജീവികൾക്കും കുറേ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ജീവികളെ പേര് പറഞ്ഞിട്ട് കുറേ ഇടനിലക്കാരുണ്ട്. അവർ വാങ്ങിയിട്ട് ജീവികളെ സംരക്ഷിക്കുന്ന ആൾക്കാർക്ക്
അവർക്ക് 1000-2000 ഒക്കെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുക്കുന്നു. ഇവർ 10,000 ലക്ഷങ്ങൾ മേടിച്ചു കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഒരു അഭ്യാസം ഉണ്ടായ സമയത്ത് നമ്മൾ പറഞ്ഞു ഇവർ തുറന്നു പറയണം. എന്ത് പൈസ വാങ്ങിയത് പുറത്തൊക്കെ പോട്ടെ, ഓൾറെഡി ഒരു മരണം നടന്നു. ഒരാൾ കൊന്നു പറഞ്ഞാൽ അയാൾ പിന്നെ എത്ര ജീവനെ സംരക്ഷിച്ചിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ എത്ര ജീവികൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ട് എന്താ കാര്യം? അയാൾ അധ്വാനിച്ച പൈസ ഒന്നല്ല. അയാൾ തന്നെ അയാളെ വീഡിയോയിൽ ഞാൻ അതിൽ ക്ലിപ്പിൽ പറഞ്ഞ് കാണിച്ചു തരാം. അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു 4 ദിവസം കൊണ്ട് 22.5 കോടി അയാൾ ഉണ്ടാക്കി. അതായാലും 2.5 കോടിയാണ് ഇവിടെ പൊട്ടിക്കണതെന്ന്. അതിൽ നിന്ന് ഒരുപാട് പേര് ഒരു കുറച്ചു നേരം കൊണ്ട് അവിടെ ആഘോഷമായിട്ട് ജീവിച്ച്. എന്നിട്ട് കൊല്ലപ്പെട്ടത് നമ്മളെ പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മലയാളി സ്ത്രീ, ഇവിടെ നിന്ന് പോയ ഒരു സ്ത്രീയാണ്. അവരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഒരു മനുഷ്യൻ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ നായക്ക് വിഷം പിടിച്ചു കൊടുത്ത് പൂച്ചയ്ക്ക് വിഷം കൊടുത്തിട്ട് അയാൾ ദൈവമാകുന്നതാണോ ന്യായം? അതോ അയാൾ കുറ്റവാളിയാണെന്ന് ഉറക്കെ പറയുന്നതാണോ ന്യായം? നിങ്ങൾ പറയും. ഇത് പറയിക്കലായിരുന്നു എൻ്റെ ഉദ്ദേശം. ഞാനത് പറഞ്ഞിരുന്നു. ഇതെൻ്റെ 2ാം ഭാഗമാണ്. ശരി, നമുക്ക് കാര്യത്തിൽ കിടക്കാം. 2ാമത്തെ വശം പറയാം. ഇപ്പോൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ, ഉണ്ടായ സംഭവങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടവരത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ തെളിവുമായി പുറത്തു വരും. നിങ്ങളും ഇയാളും തമ്മിലുള്ള ബന്ധങ്ങൾ ഞാൻ പുറത്തുവിടും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ആ പോസ്റ്റ് ഇട്ട സമയം നിങ്ങൾ നോക്കിയാൽ അറിയാം. അവിടെ നിന്ന് കണ്ട് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പോസ്റ്റുകൾ വന്നു. പ്രദീപ് അയ്യൂർ എന്ന് പറഞ്ഞിട്ട് പാലക്കാട് ജില്ലയിൽ മറ്റേ ഷെൽട്ടറൊക്കെ ഉള്ള ഒരു കക്ഷിയുണ്ട്. ആ കക്ഷിയെ നേരിട്ട് വിളിച്ചു. അയാളെ കയ്യിൽ പൈസ കിട്ടിയിട്ടുണ്ട്, ആവശ്യത്തിൽ കുറേ പൈസ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അയാളെ ഈ പറഞ്ഞ ദീപകൃഷ്ണനെ ഏൽപ്പിച്ച 25 ഡോഗിനെ അയാൾ സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കത് മുൻകൂട്ടി പറയാം. ഞാൻ പറഞ്ഞു എന്നോട് ഈ പറഞ്ഞ കാര്യം എന്തുകൊണ്ട് സുനിയുടെ മരണം നടന്ന ഉടനെ പറഞ്ഞില്ല? ആ സമയത്ത് എന്നോട് പറയണ്ട, ഉദ്യോഗസ്ഥരോട് പറയണം. അതല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണെന്നല്ലേ പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യണം. ആധികാരികമായിട്ട് സുനിതനെയും ദീപകൃഷ്ണനെയും നേരിട്ട് അറിയുന്ന ഒരാളോ 10 ആളോ 1000കണക്കിന് ആൾക്കാരുണ്ട് ഇവിടെ. ഇവരിത് സത്യം വിളിച്ച് പറയുമായിരുന്നെങ്കിൽ ഒരിക്കലും ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടോ കേരളത്തിൻ്റെ ബേസ് ചെയ്തിട്ടോ ആൾക്കാർ ഈ കഥ തിരിച്ചിട്ട് പോവില്ല. സുനിത എന്തിനോ പൊക്കോട്ടെ, എന്തിനു പോയാലും കൊല്ലപ്പെട്ടു, പ്രതി ശിക്ഷിക്കപ്പെടണം. അതിന് സത്യസന്ധമായിട്ടുണ്ടായ സംഭവം പറയണം. അത് പറഞ്ഞില്ല ഇവർ. അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു അത് ഞാൻ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ പ്രദീപ് പറഞ്ഞ കാര്യമാണ്. എന്നോട് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കമൻറ്റ് വരും, കമൻറ്റ് ചീത്തായിട്ട് വരും. ആ സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിക് പ്രൊഫഷണൽ മോഡൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാർ മോശമായിട്ടുള്ള കമൻറ്റ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ നമ്മളോട് എതിരൊക്കെ ഉണ്ടെങ്കിൽ നേരെയാണ് മുട്ടുക. ചിന്തിക്കുന്നതിൻ്റെ മുമ്പ് എടുത്ത് റോഡിലടിച്ച് കളയും. അതാണ് കഥ. പക്ഷേ അങ്ങനെ തന്നെ നമ്മളെ ഒരു പോസ്റ്റിൻ്റെ ഇടയിൽ വന്നിട്ട് കണ്ണിമ വെട്ടാത്തൊരു ചങ്ങാതി എടുത്തിട്ട് വന്നിട്ട് ഇരുട്ടുമുറിയിൽ ഇരുന്നിട്ട് ഒരു ചെറിയ മൊബൈലായിട്ട് ഇരുന്ന് കുത്തിയിട്ട് നായ പൂച്ചയെ മറ്റേ മറിച്ചേ നമ്മൾ പെരി പറഞ്ഞു പോയാൽ നമ്മളവരായിട്ട് ഇവിടെ വെച്ചിട്ടാണ് വേണ്ടത്. നമ്മൾ ആ പോസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ആളെ കമൻറ്റാണ് ഡിലീറ്റ് ചെയ്യും, ആളെ ബ്ലോക്ക് ചെയ്യും. വിഷയം തരുന്നു. ഇതിനൊക്കെ ഓപ്ഷൻ സുക്കർബർഗ് സാർ തരുന്നുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? അപ്പോൾ ഇതൊന്നും ഒരു ശരിയുള്ള കേസല്ല. ശത്രു ആണെങ്കിൽ അത് എത്ര ക്വാളിറ്റിയിലാണെങ്കിലും ഇല്ലാതാണെങ്കിലും നേരെ അല്ലെങ്കിൽ വരുത്താം, അല്ലെങ്കിൽ പോവാം പിടിക്കാം. അതിനപ്പുറം സോഷ്യൽ മീഡിയയിലൊക്കെ അത് പറയും ഇത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മരണം നടന്നതിന് പ്രതികരിക്കാണ്ടിരിക്കുക. ഏതെങ്കിലും മരണമല്ല, ഇവരെ കൂടെ നടന്നവരാണ്, എൻ്റെ കൂടെ ഒന്നും നടന്നവരൊന്നല്ല. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ടൈറ്റിലായിട്ട് ഇട്ടിട്ടില്ലേ ഇറന്ന് വാങ്ങിയ മരണം. ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, ഇഷ്ടമാവാണ്ടിരിക്കുന്ന സുനിതര ആൾക്കാർക്ക് മാത്രമാണ്. സുനിതയുടെ കൂടെ പ്രവർത്തിച്ച ജീവി സ്നേഹി എന്ന് പറയുന്ന ആൾക്കാരിൽ പലരും പോസ്റ്റ് ഇടുന്നതിൻ്റെ അടിസ്ഥാനം ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ സുനിത അന്ന് കൊല്ലപ്പെട്ടില്ല എന്നല്ലെങ്കിൽ അവരിപ്പോൾ കൊല്ലും എന്നുള്ള അവസ്ഥയിലാണ്. കാരണം ഇവിടെ കോടികൾ വീതിക്കുന്ന സമയത്ത് അതിന് പ്രധാന ഭാഗം സുനിതക്ക് പോയിട്ടുണ്ട്. ഈ കൊല്ലം നടക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പല പ്രാവശ്യം ദീപകൃഷ്ണ സുനിതനെ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇയാളുടെ പൈസ പഠിച്ചാൽ ഇയാൾ ഇപ്പോഴും ദൈവ എന്ന് പറയുന്ന ആൾക്കാരിൽ ഒരു 10-50 പോസ്റ്റിൻ്റെ കമൻറ്റുകളും പോസ്റ്റുകളെങ്കിലും ഞാനിതിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കാണിക്കാം. ഒരുപാട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജീവി ഒരു മനുഷ്യനെ അതിക്രൂരമായിട്ട് തല്ലിയാണ്ട് കൊന്നു. എന്നിട്ട് പറയണം ഇയാൾ നായക്ക് ബിസ്ക്കറ്റ് പിടിച്ചു കൊടുത്തു, ഇവർക്ക് ഇപ്പോൾ ലക്ഷങ്ങൾ കൊടുത്തു എന്ന് പറയണം. ലക്ഷങ്ങളും കോടികളും കാണുന്ന സമയത്ത് ഇവരെ കണ്ണ് മഞ്ഞളിക്കണമെങ്കിൽ ഇവരൊക്കെ ഇപ്പോഴും പറയണ ദീപകൃഷ്ണ ദൈവമാണ്, ഞങ്ങൾക്ക് പൈസ തന്നു. ഇവന്നിട്ട് പിന്നെ അതിൽ കൂടെ ഇവർ ചോദിക്കുന്നുണ്ട് തെളിവ് കൊണ്ടില്ലേ, തെളിവാണ്. എന്നെ ഉദ്ദേശമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവില്ല, വേറെ ആരും ഉദ്ദേശമായിരിക്കും. അജാസ് പത്തനംതിട്ട എന്നുള്ളൊരു ഐഡിയ എന്ന് വെച്ചിട്ട് ഇയാളെ നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ട് ഒരു പോസ്റ്റർ, അത് ഞാൻ പോസ്റ്റ് ഇട്ട് 24 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പോസ്റ്റ് ഇട്ടില്ല. ഇതൊക്കെ ഇവർ ആദ്യം ചെയ്യണമായിരുന്നേ. പക്ഷെ അങ്ങനെ പ്രദീപ്, അജാദ് പത്തനംതിട്ട അങ്ങനെ ചിലരൊക്കെ ഇയാളെ നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ട് വളരെ ആണുങ്ങൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും ഈ സ്ത്രീകളുടെ ഭാഗത്ത് മാക്സിമം വന്നിട്ടുള്ളത് മൊത്തം ഇയാളെ ദൈവമാക്കിയിട്ടാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫണ്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയതൊന്നും പുറത്തൊക്കെ പഠിക്കും. ഒരു വൈകുന്നേരം ഇങ്ങനെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കൊടുക്കുന്നതിന് വാങ്ങിക്കാണ്ടിരിക്കൊന്നുമില്ല, ഭാവിയിൽ നടക്കുന്നതിന് സംഭവിക്കുക. പക്ഷേ ഇവരെ കൂടെ ഇവരെക്കാൾ സീനിയോറിറ്റിയിലെ സജീവമായുള്ള ഒരു സ്ത്രീനെ ഇയാൾ തല്ലിക്കൊന്നെന്ന് പറഞ്ഞതിന് ശേഷം ഇയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, ഇയാളെ ഒരു പുകഴ്ത്താണ്ടിരിക്കുക. അത് ചെയ്യാനൊരു മര്യാദയെങ്കിലും സ്ത്രീകൾ കാണിക്കുന്നുണ്ടോ? സർക്കാർ ഈ മേഖലയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരണം. ഇത് വളരെ ഭീകരമായിരിക്കും. ഞാൻ ഇത് ഇത്ര
ഭീകരമെന്ന് ചിന്തിച്ചിരുന്നില്ല. ഇവർ ജീവികളെ കാണിച്ചിട്ട് ഇത് ഇങ്ങനെ ഈ ഒരു കാരുണ്യ മാഫിയമായിട്ട് സംഘടിതമായി പ്രവർത്തിച്ചിട്ട് പലപ്പോഴും ഏത് പൈസ കിട്ടുന്ന കാര്യത്തിൽ മാത്രം സംഘടിതം. ഇവരെ ഒരുമ കാണണമെന്നുണ്ടെങ്കിൽ നാട്ടിലൊരു ക്യാൻസർ വന്ന ഡോഗിനെ കാണാൻ പൊതുസ്ഥലത്ത് കണ്ടുനോക്കണം. അപ്പോൾ 3-4 ഗ്രൂപ്പാണ്, 4-5 ഗ്രൂപ്പിൽ കിടന്നിട്ട് ഞങ്ങളാണ് ആദ്യം കണ്ടത്, കാരണം കാരുണ്യമുള്ളവരുടെ മനസ്സിൽ വളരെ ദയ തോന്നിക്കുന്ന ഏതെങ്കിലും സീൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ ഗ്രൂപ്പുകൾ പരസ്പരം അടിക്കും, ഇത് ഞങ്ങളതാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. കാരണം അതിലാണ് കൂടുതൽ ഫണ്ട് ചെയ്യുക. അപ്പോൾ ഇവർ ഇങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇവർ ഒരുമിച്ചിട്ടുണ്ട് തോന്നുന്നു. അതിന് മാത്രം എൻ്റെ പോസ്റ്റ് വന്ന് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പോസ്റ്റാണ് ഞാൻ പൈസ മേടിച്ചത്. കൂടുതൽ ഒരു ജാമ്യം എടുക്കണുണ്ട്. ഞാൻ ഇയാളെ നേരിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ നേരിട്ട് കണ്ടാൽ എന്ത്, കണ്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ അഡൽസ് അല്ലേ. പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ സുനിത കേസിൽ സുനിതയുടെ വേണ്ടപ്പെട്ടവർക്കും താല്പര്യമില്ല, ദൃക്സാക്ഷികൾക്കും താല്പര്യമില്ല, പിന്നെ നമുക്കാണോ താല്പര്യം ഉണ്ടെങ്കിൽ നടക്കില്ല. വേറെ ഏതെങ്കിലും വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ നടക്കും. കോടതിയും കേസും അങ്ങനെ ഒന്നല്ല. വ്യക്തമായ മൊഴിയും കാര്യങ്ങളും തെളിവുകളും ഇപ്പോൾ കൊടുക്കണം. ഇതിന് പുറമെ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ കോടതിയിൽ ഒരു സാക്ഷി പറയണം. സുനിതയുടെ കാര്യത്തിൽ നീതിയാണെന്നും കൂടെ പറഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞില്ലേ ഇരന്ന് വാങ്ങിയതാണ്. ഞാൻ അതിൽ കുറച്ച് ഓഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുക. ഒരുപാട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം കമ്മ്യൂണിറ്റി ഗൈഡൻസിൻ്റെ വീഡിയോ ചിലപ്പോൾ ബ്ലോക്കായി പോകും. അതിന് മാത്രം തെറിയാണ്. പുട്ടിൽ തേങ്ങ ഇടുക എന്നുള്ള പറയാം, തേങ്ങയിൽ പുട്ടിടുക എന്നുള്ള രീതിയിലാണ് ഇയാൾ തെറി പറയുന്നത്. അത് ആരെ ചീത്തറിഞ്ഞവരും തെറ്റിയവരെന്നല്ല, ഇയാൾ ഫണ്ട് കൊടുക്കുന്നു എന്ന് പറയുന്ന സ്ത്രീകളാണ് ഇയാൾ മുഖത്ത് നോക്കിയിട്ട് തെറി പറയണത്. അതിൽ ഇയാൾ കുറേ കഥകൾ പറയുന്നുണ്ട്. ഇപ്പോൾ വേറെ കമൻറ്റിലൊക്കെ പലരും വന്നിട്ട് വെറുതെ വന്നിട്ട് ഒരു 24 മണിക്കൂർ അതിൻ്റെ പോസ്റ്റ് വരാനെന്ന് വൈകിയപ്പോഴെന്ന് തോന്നുന്നുണ്ട്. തെളിവെവിടെ എന്തിന് തെളിവ് വേണ്ടെങ്കിൽ നിങ്ങൾ കൂടെ കിടന്നതിൻ്റെ തെളിവാണ് വേണ്ടത്. നിങ്ങൾക്ക് കൂടെ കിടന്നതിൻ്റെ തെളിവാണെന്നുണ്ടെങ്കിൽ വെറുതെ പറയുന്നല്ല, അയാൾ നിറഞ്ഞു പറയുന്നുണ്ട്. എറണാകുളത്ത് ഒരു കുടുംബത്തിൽ 5 ലക്ഷം രൂപ അയാൾ കൊടുത്തിട്ട് അയാൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അയാൾ തിരിച്ചു ചെന്നപ്പോൾ വീണ്ടും ഭാര്യനെ കാഴ്ച വെച്ചിട്ട് 2 ലക്ഷം കൂടെ മേടിച്ചിട്ട് 7 ലക്ഷം രൂപ അയാൾ ചിലവാക്കി എന്ന് പറഞ്ഞിട്ട് അയാൾ പൊട്ടിച്ചിരിക്കുകയും സുനിതയോട് പറയുന്നുണ്ട്, നിന്റെ വീട്ടിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വരില്ലട്ടാ, നീ കാണാൻ കൊള്ളാത്തതുകൊണ്ടല്ല എന്നയാൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വീഡിയോ ഉണ്ട്, പലരുടെ കൂടെ കഴിഞ്ഞതും പലരുടെ കൂടെ കിടന്നു. പക്ഷേ ഇതൊക്കെ നമ്മളുടെ വിഷയം. നിങ്ങളൊക്കെ പ്രായപൂർത്തിയാവില്ല, നിങ്ങളിഷ്ടം പോലെ പൂവ് വരിക കിടക്ക്. ഞാൻ അതിന് നിനക്കെന്താണെന്ന് വെച്ചാൽ തീരാവുന്ന വിഷയങ്ങൾ. അതുകൊണ്ട് അതൊന്നും എൻ്റെ വിഷയങ്ങളല്ല, ഞാൻ അപ്ലോഡ് ചെയ്യാനും ശ്രമിച്ചിട്ടില്ല. ഇനി അങ്ങനെയൊന്നും ഇല്ല എന്നു പറഞ്ഞു കഴിഞ്ഞാൽ പേരോടകനെ എടുത്തിട്ടുണ്ട് തരാം. മനസ്സിലായോ? പബ്ലിക് പ്ലേസിലല്ല. ഇത് അയച്ചോ, ഞാനാണ് ഇന്ന ആളാണെന്ന് എൻ്റെ ഐഡിയ വെച്ചിട്ടോ വാട്സപ്പിലാണ് തരാമല്ലോ സാധനം കേട്ടാ. അതുകൊണ്ട് വല്ലാണ്ട് തെളിവ് ചോദിക്കണ്ട. ഞാൻ എൻ്റെ പോസ്റ്റിൽ 2 കാര്യം പറഞ്ഞുള്ളൂ. നിങ്ങളുടെ കൂടെ നടന്നിരുന്ന ഒരു ജീവി, ഒരു മനുഷ്യനെ ഈ നിങ്ങളുടെ ദൈവം എന്ന് പറയുന്ന ആൾ തല്ലിക്കൊന്നു. അതിലെനിക്ക് യാതൊരു സംശയമില്ലല്ലോ. അപ്പം നിങ്ങൾ ആരെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നതാണ് നിങ്ങളുടെ നിലപാട്. മനസ്സിലായ? നിങ്ങളാണ് നാളെ നായ, പൂച്ച, എലി ഇവർക്കൊക്കെ അപകടം പറ്റിയെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടുന്ന കാരുണ്യത്തിൻ്റെ പേര് പറഞ്ഞിട്ട് എന്തർഹത ഉണ്ട് നിങ്ങൾക്ക് കൈ നീട്ടാൻ? എന്തർഹത ഉണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടാൻ? മറ്റുള്ളവരുടെ പോക്കറ്റിൽ കിടക്കുന്ന അധ്വാനിക്കുന്ന പൈസയാണ്. നിങ്ങളെ കൈ നീട്ടിയിട്ടല്ല ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത്. പല രീതിയിൽ അധ്വാനിച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്, ബിസിനസ് ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. ആ പൈസയിൽ നിന്ന് അവരെ കൊണ്ട് മനസ്സുകൊണ്ട് കണ്ടിട്ട് സഹിക്കാൻ പറ്റാമെന്നാണ് നിങ്ങൾക്ക് പൈസ നീട്ടുന്നതും. GPay എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ അക്കൗണ്ടിൽ ഇസ്രായേലിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ പൈസ വരുന്നത്. ആ പൈസ നിങ്ങൾ കാരുണ്യത്തിൻ്റെ പേര് മാത്രം പറഞ്ഞിട്ട് മേടിക്കുന്നതാണ്. കാരുണ്യ ന്യായം പരസ്പര പൂരകമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഏത് ഭാഗത്താണ്? നിങ്ങൾ ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഡിലൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഞാൻ പോസ്റ്റ് ഇട്ടതിന് ശേഷം അതിന് മറുപടി ഇത് ഞാൻ പുറത്തു കൂടും തെളിവ് എന്ന് മനസ്സിലായപ്പോൾ, തെളിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ട എൻ്റെ തെളിവ് എൻ്റെ കയ്യിലോടുന്ന, എൻ്റെ കയ്യിൽ അതിൻ്റെ ആവശ്യമല്ലോ. ഞാൻ ദൃക്സാക്ഷിയല്ലോ. ദൃക്സാക്ഷിയാണെങ്കിൽ പോലും അതൊരു ക്രൈമല്ലോ നമ്മുടെ നാട്ടിൽ. നിങ്ങളൊക്കെ പ്രായപൂർത്തിയായവരല്ലേ മക്കളെ, എനിക്ക് എന്ത് പരാതിയല്ലേ? ഞാൻ എൻ്റെ ലൈഫായിട്ട് നിങ്ങളെ ലൈഫായിട്ട് കിടക്കുന്നത്. നിൻ്റെ പരാതി നിങ്ങളെ കൂടെ നടക്കുന്ന ഒരാളെ ഇയാൾ അതിക്രൂരമായിട്ട് തല്ലിക്കൊന്നിട്ട് നിങ്ങൾക്ക് അതിൽ യാതൊരു റെസ്പോണ്ട് ഇല്ലാന്ന് അതിൻ്റെ പിന്നിൽ ശക്തമായിട്ടൊരു കാരണം ഉണ്ടാവുന്നതാണ്. ആ കാരണം പണമാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പണം കിട്ടിയെന്ന് മാത്രമല്ല, പണം കിട്ടിയാൽ നിങ്ങൾ എത്ര ആളെ മുഖത്ത് നോക്കിയിട്ട് അയാൾ തെറി പറയുന്നു, എമ്മാതിരി തെറി പറയുന്നു. ഒരാളോട് കൂടി കേൾക്കാണെന്ന് അയാൾ പറയുന്നു, അയാളത് അപ്ലോഡ് ചെയ്യുന്നു. ഇതിന് പുറമെയാണ് 2024 അയാളുടെ ഒരു അയാളൊരു റേപ്പ് കേസിൽ വിട്ടിട്ടുണ്ടായിരുന്നു കേരളത്തിൽ. അതിൻ്റെ FIR കോപ്പി എടുക്കാൻ വേണ്ടി ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ സുനിതയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിവരാവകാശം വെച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ റേപ്പ് കേസിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ആ റേപ്പ് കേസിൽ അയാൾ അറസ്റ്റ് ചെയ്ത SI സ്ഥലം മാറിയിട്ട് കളമശ്ശേരി സ്റ്റേഷനിലേക്ക് വന്ന് എന്നറിഞ്ഞപ്പോൾ ഈ സുനിതയുടെ നേതൃത്വത്തിൽ ഒരുപാട് ആൾക്കാർ അറേഞ്ച് ചെയ്തു. എന്തിന്? ഇയാളുടെ ഒരു നായയുടെ ബർത്ത്ഡേ മാതിരി കളമശ്ശേരി എടപ്പള്ളിയിൽ വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ നടത്തുക, പൊതുപരിപാടി. ഏഷ്യാനെറ്റ് ചാനലിന് 1,40,000 രൂപ സുനിത വേറൊരു ബ്രോക്കർ മുഖാന്തരം കൊടുത്തിട്ട് അവരോടത് കവർ ചെയ്യാൻ വേണ്ടി വരികയും പിന്നീട് ഒരു 100-300 ആൾക്കാർ വന്നിട്ട് ഒരു ഫംഗ്ഷൻ മാതിരി നടത്തുമ്പോൾ പോലീസുകാർ വന്ന് പറയും, അപ്പോൾ ഇവർ മാറാണ്ടിരിക്കുക. അങ്ങനെ കൂടുതൽ 19 പോലീസുകാർ വരുന്ന സമയത്ത് ഇവർ തിക്കും തിരക്ക് ഉണ്ടാക്കുക. 4 പേരെ ബോംബെയിൽ നിന്ന് ഇയാൾ ഗുണ്ടകളെ 5-5 ലക്ഷം രൂപ ഒരാൾ വീതം കൊടുത്തിട്ട് ഇറക്കിയിട്ട്
അയാൾ ഈ കൂട്ടത്തിലുണ്ടാവും. അതിലൊരാൾ കയറിയിട്ട് SIനെ കുത്തുക. ഇങ്ങനെ കത്തിക്കുത്ത് നടത്താവുന്ന പുൽപ്പള്ളി പോലീസ് ആക്രമണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. അതൊരു തീവ്രവാദ പ്രവർത്തനം എന്നല്ലേ ഒരു വർഷം കാണുന്നത്, ഒരു വർഷം അത് വേറെ രീതിയിലും കാണുന്നത്, എന്തോട്ടെ ആ നക്സൽ പ്രവർത്തനമല്ലേ. ഈ പ്രവർത്തനം പോലുള്ള ഒരു ആക്രമണമാണ് കേരളത്തിൻ്റെ ഹൃദയഭാഗത്ത് നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തത്. എന്നിട്ട് ഈ സംഭവത്തിന് തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് നിന്നും ഇവിടുന്നൊക്കെ ട്രാവലറിൽ ഒരാൾക്ക് തല എണ്ണീട്ട് 3000 രൂപ വെച്ചിട്ട് സുനിത വാങ്ങിച്ചു. 5 ലക്ഷം രൂപ ഈ വകുപ്പിലും വാങ്ങിച്ചു. 1.40 ചാനലിൽ നിന്ന് 6,40,000 രൂപ ഇയാൾ സുനിതയുടെ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്തു. ഫുൾ ഡീറ്റെയിൽ നമ്മളെ കയ്യിലുണ്ട്. ഞാനിതിൽ വോയിസ് ആവശ്യമുള്ളത് അപ്ലോഡ് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇയാൾ ഈ പച്ചത്തെറി ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. നമുക്കത് കൂടുതൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. എത്ര വെച്ചിട്ടാണ് ബീപ്പ് ഇടുക. അതുകൊണ്ട് ഞാൻ പരമാവധി തെറിഭാഗം ഒഴിവാക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഇടാം. ഏതായാലും അഡൽസ് 18 വയസ്സുമായുള്ളവർ മാത്രം അത് കണ്ടാൽ മതി. ഓക്കെ. എനിവേ അങ്ങനെ ആക്രമണം ഇയാൾ പ്ലാൻ ചെയ്തു. ഞാൻ പറയുന്നത് നമ്മളെ നാട്ടിൽ പൈസ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടുന്ന ഈ വിഭാഗത്തിന് പൈസയും കൊണ്ട് ഒരാൾ ഇവിടെ വന്നാൽ 2 ദിവസം കൊണ്ട് 22 കോടി രൂപ ഉണ്ടാക്കി എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഒരാൾ, അയാളുടെ അച്ഛനെയും അമ്മേനെയും തന്നെ നമ്മളുടെ അച്ഛനും അമ്മ എത്ര മോശമാണെങ്കിലും ഞാൻ അച്ഛൻ അമ്മ എന്നല്ലേ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഉപ്പ ഉമ്മ എന്നല്ലേ വിളിക്കുന്നത്. ഇയാൾ അച്ഛനെയും അമ്മനെയും ഇയാൾ പുകഴ്ത്തുന്നത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളെ നിലവാരം നമുക്ക് മനസ്സിലാവും. ഒരു മനുഷ്യൻ നായക്കോ പൂച്ചക്കോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ ഭക്ഷണം കൊടുത്തോട്ടെ, അയാളെ വ്യക്തിത്വം അതുകൊണ്ട് മാത്രം തെളിയോ? ഇല്ലല്ലോ. അതവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ചില രംഗങ്ങൾ വരുന്ന സമയത്ത് ഇതൊക്കെ തിരുത്തപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇയാൾ തന്ന അച്ഛനെയും അമ്മനെയും ബാസ്റ്റാർഡെന്നും ഉടനെ പൂരത്തെറിയാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു കാര്യമില്ലാണ്ട് ഒരാൾ ചോദിച്ചിട്ടാണെങ്കിൽ തിരക്കിടില്ല, ആണെങ്കിലും ശരിയല്ല, എന്നാൽ പോലും വെറുതെ സ്വന്തം അച്ഛനെയും അമ്മനെയും മോശമാണെങ്കിൽ പോലും ആൾക്കാർ പുകഴ്ത്തി പറയുമ്പോൾ ഇയാൾ അത്രയും വലിയ തെറിയാണ് അച്ഛനെയും അമ്മനെയും കൂടെ വിളിച്ച് പറയുന്നത്. ഓക്കെ. വരെപ്പെട്ട കുറേ ആൾക്കാർ ഈ സ്റ്റേഷൻ ആക്രമണത്തെ SIനെ കുത്താൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അതിന് തെളിവുകളിൻ്റെ അടുത്തുണ്ട്. ട്രാവലറിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തതും ഞങ്ങൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞതും ഡോക്ടർ വരണ്ടായില്ല, മൃഗ ഡോക്ടർ വരണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇയാളെ വാക്കും കേട്ടിട്ട് പൈസ പിടിച്ച് പോകുന്നവർ. അവരൊക്കെ ഇയാൾക്ക് ഫണ്ട് വാങ്ങിയിട്ട് ഒരു നായക്കുട്ടിനെ പോലും കൈകൊണ്ട് തൊടാണ്ട് വേറെ ആൾക്കാർക്ക് ഫണ്ട് കുറേശ്ശെ മറിച്ച് കൊടുത്തിരുന്ന അങ്ങനെ ഒത്തിരി സ്ത്രീകളുണ്ട്. ആണുങ്ങളുണ്ട്, ഒരുപാട് ആണുങ്ങൾക്കും പൈസ കിട്ടിയിട്ടുണ്ട്. ആണുങ്ങൾക്കും മോശമായിട്ട് പ്രവർത്തനത്തിൻ്റെ ഭാഗമില്ല. അയാൾ സത്യത്തിൽ ജീവി സ്നേഹിയാണ്. പക്ഷേ ജീവി സ്നേഹമൊക്കെ എവിടെ നിൽക്കണം? ഒരു മനുഷ്യനെ ആക്രമിക്കണോടത്ത് നിൽക്കണം. മനസ്സിലായോ? ഒരു മനുഷ്യനെ അത്രയും ക്രൂരമായിട്ട് അതൊരു സ്ത്രീനെ ആക്രമിച്ചിട്ട് കൊലപ്പെടുത്തിയതിന് ശേഷം അയാൾ ജീവികൾക്ക് വേണ്ടി ഇത്രയും പൈസ കൊടുത്തിരുന്നു. അയാൾ അധ്വാനിച്ച പൈസ ആണെങ്കിൽ പോലും ഒരു മനുഷ്യനെ മിണ്ടാൻ വേണ്ടി പാടുണ്ടോ? പറയേണ്ടത് പ്രധാനപ്പെട്ട വിഷയം എന്തല്ല, ഇയാളൊരു സ്ത്രീനെ തല്ലിക്കൊന്നു, ഇയാൾ ശിക്ഷിക്കപ്പെടണം എന്നല്ലേ പറയേണ്ടത്. അത് പറയപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ എൻ്റെ വാക്കൊന്നും അവരെ ചെവിയിലെത്തണമെന്നില്ല, ഇതിലേക്ക് എത്തണം. കാരണം ഇതൊക്കെ ഒരു നീതമായ ലിഖിതമായ നിയമത്തിൻ്റെ അണ്ടറിലേക്ക് വരേണ്ട സമയം കഴിഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണമുള്ള ജീവികളൊക്കെ ഗവൺമെൻറ് സംരക്ഷിക്കുകയും അതിൽ ജീവി സ്നേഹികളും കാരുണ്യമതിയായ ആൾക്കാരൊക്കെ ഇവരെ വേണ്ടപ്പെട്ട സഹായങ്ങളൊക്കെ ചെയ്യുകയും എന്നിട്ട് അതിലാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തിരക്കില്ല. അല്ലെങ്കിൽ നിലവിൽ ഗവൺമെൻറ്റിന് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രദീപിനെ പോലത്തെ ഷെൽട്ടർ പോലെ ഒരുപാട് നായ്ക്കൾ അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സ്വന്തം വീട്ടിലല്ലാതെ ഷെൽട്ടർ മാരിയാക്കിയിട്ട്. അതിനെ ഏറ്റെടുത്തിട്ട് അതിന് ആവശ്യമായ ഗ്രാൻഡും കാര്യങ്ങളൊക്കെ പാസ്സാക്കി കൊടുത്തിട്ട് സംരക്ഷിച്ചാലും മതി. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പകരം ഇത്ര ഈ സെൽഫ് സ്വന്തം അക്കൗണ്ടിലേക്കും ഇതിലേക്കൊക്കെ ഗ്രൂപ്പിലേക്കൊക്കെ പൈസ പിടിച്ച് പിരിക്കുന്ന ആൾക്കാരെ കംപ്ലീറ്റ് മേഖലയും. കാരണം കോടികളായിട്ട് വന്നതിന് ഇവിടെ ആരും എന്തും ചെയ്യിക്കുക. ഒരു പബ്ലിക് ഓഫീസറാണ്, ഒരു CA SIനെയാണ് പരസ്യമായിട്ട് ഹൃദയത്തിൻ്റെ എറണാകുളം വെച്ചിട്ട് സമരം നടത്തിയിട്ട് കുത്തും എന്ന് പറഞ്ഞിട്ട് ഇയാൾ പ്ലാൻ ചെയ്തത്. ഇതിന് ഇയാൾ ഈ പൊട്ടയിരുന്ന് പ്ലാൻ ചെയ്യാൻ മാത്രമാണോ? ഇതിന് 100-300 ആൾക്കാർ റെഡി ആയിട്ട് എറണാകുളത്ത് എത്തിയെന്ന് പറഞ്ഞാലത്തെ അവസ്ഥ എന്താ? എന്നിട്ട് അപ്പത്തിനും ഇവർക്ക് ഇത് കിട്ടിയപ്പോൾ അവർ സുനിതനെ അലർട്ട് ചെയ്തു, ഇന്നെ പ്രശ്നങ്ങളുണ്ട്, ഇയാൾ ബർത്ത്ഡേ പാർട്ടിയല്ല നടത്താൻ പോണത്. അതിൻ്റെ മറവിൽ ആൾക്കൂട്ടം വന്നിട്ട് റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോൾ പോലീസുകാർ വരും SI വരും. SI വരണമേത്ത് ഇയാളെ കൂട്ടത്തിൽ ആൾക്കാർ കയറി ഇയാളെ കുത്തും തന്നെ പ്ലാൻ ഇട്ടാന്ന് പറഞ്ഞത്. സുനിതക്ക് സംശയം തോന്നിയിട്ട് സുനിത പരിപാടിക്ക് അവിടെ ആൾ കൂടിക്കൊണ്ടുമ്പോൾ തന്നെ കളമശ്ശേരി സ്റ്റേഷനിൽ കയറിയിട്ട് ചോദിച്ചു എന്താ വിഷയം, അങ്ങനെ ഒരു വിഷയം ഉണ്ട് ഇയാളെ പേരിൽ എന്ന് വെച്ചപ്പോൾ കളമശ്ശേരി സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ നിങ്ങൾ വെറുതെ യൂസ് ചെയ്യാണ്, ഇയാളെ പേരിൽ ഇവിടെ ഒരു കേസില്ലാന്ന് പറഞ്ഞു. പക്ഷേ കളമശ്ശേരി സ്റ്റേഷനിലല്ല, ഇയാളെ പേരിലുള്ള റേപ്പ് കേസ് വേറെ സ്റ്റേഷനിലായിരുന്നു. ആ സമയത്ത് കളമശ്ശേരി ഞാൻ എൻ്റെ FIR വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇയാളെ പേരിൽ കേസ് ചാർജ് ചെയ്ത് SI അപ്പം മാറിയിട്ട് കളമശ്ശേരി സ്റ്റേഷനിലേക്ക് എത്തിനാഞ്ഞി. അപ്പോൾ എറണാകുളത്തിട്ട് പണിയാനായിരുന്നു ഉദ്ദേശം. ഞാൻ പറഞ്ഞത് പണം കൊണ്ട് ഈ ആൾക്കാരെ ഈ രീതിയിൽ തിരുത്തിയെടുക്കാനും മാറ്റിയെടുക്കാനും പറ്റും. ഇവർ പൈസ കിട്ടി ആരെ ആക്രമിക്കും നമുക്ക് ഉറപ്പാക്കാം. കാരണം ഒരു സ്ത്രീ ഇവരെ കൂടുതൽ ഇവിടെ മരിച്ചിട്ട് ഇവർക്ക് ഒരു വിഷമമില്ല എന്ന് മാത്രമല്ല, ഇവർ പെടുന്ന കമന്റുകൾ കണ്ടില്ലേ, ദീപക് കൃഷ്ണൻ ദൈവമാണെന്ന് പറയണത്. പിന്നെ നമുക്ക് അയാൾ പൈസ പഠിക്കാത്ത ഇയാളെ ദൈവമല്ല. ഇതാണ് കഥ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞത്. കാരണം ഒരു വധക്കേസുമല്ല, വേറെ വിഷയങ്ങളുമില്ല. സുനിത ഇവിടെ കഷ്ടപ്പെട്ടിരിക്കണമേത്ത് സ്കൂളിൽ നിന്നും ഭക്ഷണം കിട്ടാണ്ടായപ്പോൾ പണിക്ക് പോയതുമല്ല. ഉണ്ടായ സംഭവം കോടതിയിൽ വരണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനിപ്പോൾ വന്നിട്ടും കാര്യമില്ല. കാരണം അവരുടെ വീട്ടുകാർക്കും അവരുടെ കുടുംബക്കാർക്കും വേണ്ടപ്പെട്ട സംശയമില്ല, ആവശ്യമില്ല. അവർ ഇത് അവിടെ ഈ കേരളത്തിൽ വന്ന് മരിച്ചുകൊണ്ട് മാത്രമാണ്
ഇത് ബാംഗ്ലൂരിൽ നിന്ന് അയാൾ ആക്രമണത്തിൽ മരണപ്പെടുകയെന്നുണ്ടെങ്കിൽ ഇവരും കൂടെ കുഴിച്ചിടാനും പിടിക്കാനും ഒക്കെ സഹായിച്ചിട്ട് ഈ കേസ് ഇല്ലാണ്ടാക്കിയാണ്. എല്ലാവരും കൂടെ പൊതിഞ്ഞ് കിട്ടിയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഇതിൽ പോലീസ് സ്റ്റേഷൻ്റെ തറക്കാത് കുഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് മാന്തി എടുത്തിട്ട് ഒരു പാറപ്പള്ളിയിൽ ധ്യാനത്തിന് പോയിട്ട് ഏതെങ്കിലും നന്മ കൊണ്ട് ഏതെങ്കിലും എതിർ രാജ്യത്തെ ശത്രുരാജ്യത്തെ തോൽപ്പിച്ച രാജാക്കന്മാരുടെ കഥ അവിടെ നിന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഇട്ടിട്ട് ലൈക്കും കമൻറ്റ് അടിക്കേണ്ട അവസ്ഥ വന്നിരുന്നു. ഇതാണ് ഇവരെ കുടുംബക്കാരുടെ അവസ്ഥ. സോ നമ്മൾ ആ ഭാഗം വിട്ടു. രണ്ടാമത് ഇവരും ഈ ദീപകൃഷ്ണൻ തമ്മിലുള്ള അവസ്ഥ ഒരു ബന്ധങ്ങളൊന്ന് പുറത്തു വരാമെന്നുള്ളതായിരുന്നു. അത് പുറത്ത് ഞാൻ വരുത്തേണ്ട കാര്യമില്ല. ഞാൻ വരുത്തേണ്ട മുമ്പ് അവർ കംപ്ലീറ്റ് ഇതേ പുറത്ത് പറഞ്ഞു എനിക്ക് കിട്ടിയിരുന്ന ഇന്നലെ വരുന്ന ഒരു 50 പോസ്റ്റെങ്കിലും കംപ്ലീറ്റ് എനിക്ക് പൈസ കിട്ടിയിരുന്ന പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ ആണുങ്ങൾ പറയുന്നില്ല, പക്ഷെ പെണ്ണുങ്ങൾ പറയുന്നതിൽ കാണുന്നില്ല. എല്ലാവരും ഒരുവിധം പെണ്ണുങ്ങളൊക്കെ ജാമ്യം എടുക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടുന്നുണ്ടെങ്കിൽ അയാൾ എന്നെ വല്ലതും പറഞ്ഞിട്ടാണ് ഞാൻ പറയാത്തത്. ചില പെണ്ണുങ്ങൾ പറയുന്നത് ഞാൻ അയാൾ ഇവരെ കണ്ടിട്ട് പോലില്ല. എന്നാൽ ഈ ദീപകൃഷ്ണയുടെ ഒരുപാട് ഓഡിയോസിൽ കുറേ പെണ്ണുങ്ങൾ ഇയാൾ കിടന്നതിൻ്റെയും പോയതിൻ്റെയും വന്നതിൻ്റെയും ഒക്കെ കഥ പറയുന്നുണ്ട്. കുറേ ആൾക്കാരുടെ പേരും പറയുന്നുണ്ട്. ഇതിന് പുറമെ ഇപ്പം ഈ പോസ്റ്റ് ഇടുന്ന പെണ്ണുങ്ങളിൽ പലരും ഇയാൾ പച്ചത്തെറി പറയുന്നുണ്ട്. ഈ പൈസ തന്നിട്ട് ഇവർ തലവും ഇടുന്നിട്ട് ഇവർ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളെ സുഹൃത്തുക്കളായ പെണ്ണുങ്ങൾ പോലും എടിയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചൊണിക്കുന്ന കാലമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയും കൂടെ ഒക്കെ പൊളിറ്റിക്കലി കറക്റ്റഡ് അല്ലാത്ത വേർഡ്സ് ഒന്നും ഉപയോഗിക്കാം. എത്ര സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും നമുക്കൊരു പെണ്ണിനെ ഡി എന്ന് വിളിക്കാൻ വയ്യാത്ത അവസ്ഥ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പൂരത്തെറിയാണ് ഇയാൾ ഈ പെണ്ണുങ്ങളെ മൊത്തമായിട്ട് വിളിക്കുന്നത്. എന്നിട്ടും ഇവർക്ക് പരാതിയൊന്നുമില്ല. ഇവരെപ്പോഴും സാർ എന്നാണ് വിളിക്കുന്നത്. ആ വിളി പൈസ കൊണ്ട് മാത്രം നടക്കില്ല എന്നുള്ള കോമൺ സെൻസ് ഇല്ല മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്നതിനെ പോലെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായിക്കൂടെ ഇത് പൈസ മാത്രമല്ല വിഷയം എന്നുള്ളത്. ഏതാവട്ടെ അതെൻ്റെയോ നിങ്ങളുടെയോ വിഷയമല്ല. അവരായി അവരുടെ പാടായി. ഞാൻ എന്താണോ പറഞ്ഞത് അത് കഴിഞ്ഞു. ഇവർക്ക് കുടുംബത്തിന് ഇതിൽ താല്പര്യമില്ല. എനിക്ക് അങ്ങനെ ആവശ്യമില്ലാണ്ട് സമയം ചെലവഴിക്കാണ്ട് സമയമില്ല. ഈ ദീപകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെയും മൃഗസ്നേഹികളെ ഇളകിടുന്നതിൽ വിളയാടിയെന്ന് ഇവരെ ബോസായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഓൾറെഡി തെളിയിക്കപ്പെട്ടു എന്ന് മാത്രമല്ല അയാളെ നിന്ന് ആവശ്യത്തിൽ കൂടുതലും ഒരുപാട് കോടികൾ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഇവർ ഓൾറെഡി പറയും കഴിഞ്ഞു. മനസ്സിലായോ? വാഗമണിൽ 2.5 കോടി രൂപയുടെ പ്രൊജക്ട് നടക്കുന്നുണ്ട്. ഇവർ ഭയങ്കര സംഭവം. നിങ്ങൾക്ക് 2.5 കോടിയുടെ ബോധം പോയിരിക്കും. ഞങ്ങൾക്ക് ബോധം കെടില്ല. മനസ്സിലായോ? ഇപ്പോൾ ഈ അനർഹമായി വരുന്ന പൈസ മനുഷ്യനെ വളരെ പൈശാചിക അവസ്ഥയിലേക്ക് എത്തിക്കും. സുനിതപ്പയുടെ കുഴിയുടെ അടിയിലാണ്. 22 കോടി ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ 2.5 കോടി ഇവിടെ വായിക്കാൻ വന്ന ദീപകൃഷ്ണയുടെ ജയിലിലാണ്. ഇനി അയാൾക്ക് മരണം വരെ അയാൾക്ക് സ്വസ്ഥത ഉണ്ട്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അയാൾക്ക് ഒരു ജീവിതം ജീവിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഇവർ ചെയ്യുന്ന സമയത്ത് എന്നെ പോലെ 750 രൂപക്കും 1000 രൂപക്കും അന്നന്ന് പണിയെടുത്തിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാർ ഇപ്പോഴും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടേ, സമാധാനമായിട്ടേ. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാണ് മനസ്സമാനായിട്ട് ജീവിക്കാനാണ് ഞങ്ങൾ ജനിച്ചത്. നമുക്ക് മനസ്സമാനായിട്ട് ജീവിക്കാൻ നമ്മളെ കുടുംബം, നമ്മളെ കാര്യങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ, അതിൻ്റെ പുറമെ പരിസരത്തേക്ക് ജനൽ തുറന്നു പോകുമ്പോൾ പ്രകൃതി, ജീവികൾ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു പോകണം. നിങ്ങളെവിടെ ഇരന്നിട്ടും തെണ്ടിയിട്ടും ജീവിക്കുന്നു? ഇപ്പോൾ കൊലക്കേസിൽ പ്രതിയാകുന്ന ചിലർ പെട്ടി മടക്കിയിട്ട് പോകാൻ നോക്കുന്നു. ചിലർ ഇനിയിപ്പോൾ പെടില്ലാന്ന് തോന്നിയപ്പോൾ ഞങ്ങളും ദീപകൃഷ്ണൻ തമ്മിൽ പൈസ കൂടി വന്നേ ഞങ്ങൾ ദൈവമാണെന്നുണ്ട് പോസ്റ്റ് ഇടുന്നത്. നിങ്ങളൊക്കെ ആരാ? അപ്പോൾ വല്ലാണ്ട് തെളിവ് ചോദിക്കണ്ട. തെളിവ് ഇനി തരേണ്ടത് കൂടെ കിടന്നതിനാണ്. അത് അയാൾ പറഞ്ഞതിൻ്റെ വോയിസിൻ്റെ അടുത്തുണ്ട്. നിങ്ങൾക്കതൊരു പ്രശ്നമല്ലല്ലോ. ഞാൻ ചോദിച്ച എൻ്റെ മുൻ പോസ്റ്റിൽ പറഞ്ഞ 2 കാര്യങ്ങൾ ഓൾറെഡി പ്രൂവ് ചെയ്യപ്പെട്ടു. സുനിതക്ക് പോയി. നിങ്ങൾക്ക് ലൈഫൊന്നുമില്ല. പോവാൻ നിങ്ങളുടെ അടുത്ത് വല്ലതും വേണ്ടേ? നിങ്ങൾ ഇനി അടുത്ത ആളെ തല്ലിക്കൊല്ലാൻ നോക്ക്. എന്നിട്ട് കൈ നീട്ട് മാറ്റി കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഈ മാഫിയ സംഘടന. ഇവർക്കൊക്കെ പൈസ നീട്ടാൻ പറ്റുന്ന ഇവിടെ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ. അയാളെ കുറ്റം പറഞ്ഞുകൂടാ. അയാൾ പ്രത്യേക നേച്ചറാണ്. അത് ഞാനൊരു വീഡിയോയുടെ ചെറിയ ക്ലിപ്പ് ഇതിലിടാം. ഞാനൊരു വോയിസ്. ഒരാൾ വിളിക്കുകയാണ്. വിളിച്ചിട്ട് 10,000 രൂപ ബൈക്ക് അയച്ചു തരും. എനിക്കെന്താ കാണേണ്ടത്? അവന് ഇന്ന് വൈകുന്നേരം ഫുഡ് കൊടുക്കത്തില്ലേ? കഴിക്കുന്ന വീഡിയോ ആണ്. ഗൂഗിൾ പേ നമ്പർ വാട്സാപ്പ് ചെയ്യും. എന്തായാലും പറയുന്നു. നിന്റെ തന്ത വിളിച്ചാൽ ഞാൻ തന്നെ പറയും. എന്റെ പൂറി മോൻ തന്തയുണ്ടല്ലോ, പൂറി മോൻ തന്തയും പൂറി മോൻ മമ്മയും വിളിച്ചാലും ഞാൻ ഇത് തന്നെ പറയും. മനസ്സിലായോ? ശരി, ബൈ. ഒരു GP നമ്പർ അയക്ക്, എനിക്ക് ആ വീഡിയോ അയക്ക്. ബാക്കി കാര്യങ്ങൾ എന്റെ സ്റ്റാഫ് അഞ്ജലി വിളിക്കും. ഇതിപ്പോ ചെയ്യും. അപ്പൊ ഇതാണ് ഇയാളുടെ നേച്ചർ. ഇയാൾ വാരിക്കോരി കൊടുത്തിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ കുറേ ചീട്ട് കളിക്കാർക്ക് പൈസ കിട്ടിമാരും പറഞ്ഞു. പാലത്തിന്റെ അടിയിലൊക്കെ പണ്ട് ചീട്ട് കളിക്കുന്ന ആൾക്കാർക്ക് പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ നല്ലോണ്ട് പൈസ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ടവിളക്കിന്റെ വെളിച്ചത്തിലാണ് ഒരു ചീട്ട് കളിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ 100ന്റെ നോട്ട് ഇങ്ങനെ എടുത്തിട്ട് പാട്ടവിളക്കിന്റെ ഇതിലിങ്ങനെ കത്തിച്ചിട്ട് സിഗരറ്റ് കത്തിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ പെട്ടെന്ന് ഒരു പരിധിയിലപ്പുറം കത്തി കയറുന്ന പൈസക്ക് ഒരു വലിയ മനുഷ്യനെ ഉണ്ടാവില്ല. അത് മനുഷ്യനും ഈ പണം തമ്മിലുള്ള ഒരു ആക്രാന്ത ബന്ധത്തിന്റെ ഒരു ഭാഗമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു കഥ അങ്ങനെയാണ്. ഇവർക്ക് ദൈവം. ഞാനും അതിനോട് പറഞ്ഞിരുന്നു. ഇവരുടെ ബോസാണ് ഇയാൾ, കൊലയാളികളുടെ ആൾക്കാരാണ് ഇവരെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അത് നിങ്ങൾ പ്രൂവ് ചെയ്തു. സോ എൻ്റെ പണി വളരെ എളുപ്പമാക്കി തന്നു. താങ്ക് യു. എന്നാൽ ശരി, നമസ്കാരം. പിന്നെ ഒരിക്കൽ കാണാം.